നിശബ്ദമായ പാതിര, മുട്ടറ്റം നീണ്ട മുടിയും വെള്ളാരം കല്ലുപോലുള്ള കണ്ണുകളും മുത്തുപൊഴിക്കുന്ന പുഞ്ചിരിയുമായി ഒരു വശ്യസുന്ദരി. അവൾ മുന്നിൽ വന്ന് നിൽക്കും. ആണുങ്ങളായാൽ അതിൽ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. അവൾ മിണ്ടിയും പറഞ്ഞും പുറകെ കൂടും. കാമത്തോടെ അവളെ ഒന്ന് നോക്കിയാൽ തീർന്നു. നേരെ നിങ്ങളെയും എടുത്ത് പനയുടെ മുകളിലേക്ക്. അവളെ പേടിച്ചാരും ആ വഴി നടക്കാറില്ലായിരുന്നു അത്രേ. അവളുടെ പേരായിരുന്നു കള്ളിയങ്കാട് നീലി. കഥകളും ഐതിഹ്യങ്ങളും കേൾക്കാൻ നമുക്ക് എന്നും ഇഷ്ടമാണ്. വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നതെല്ലാം മാറ്റി നിർത്തിയാലും ഐതിഹ്യങ്ങളും കഥകൾക്കുമെല്ലാം നമ്മൾ എന്നും കാതുകൊടുക്കും. വില്ലടിച്ചാൻ പാട്ടിലൂടെയും തെക്കം പാട്ടിലൂടെയും ചരിത്രാഖ്യായികളിലൂടെയും വളർന്നു വന്ന ഒരു കഥാപാത്രം. അത് കാലങ്ങൾ സഞ്ചരിച്ച് ഇന്നും നമ്മുടെ മുന്നിലുണ്ട്. കള്ളിയങ്കാട് നീലിയുടെ കഥ. ആ കഥ എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്നതിനൊന്നും വ്യക്തമായ ഉത്തരമില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ കള്ളിയങ്കാട് നീലിക്ക് അങ്ങനെ വ്യക്തമായ ഒരു കഥയുമില്ല. ഓരോ കഥകളിലും സന്ദർഭങ്ങൾ മാറുന്നു, അവളുടെ പേരുകൾ മാറുന്നു, കഥ മാറുന്നു. ബ്രാം സ്റ്റോക്കറുടെ പ്രസിദ്ധമായ കഥാപാത്രം ഡ്രാക്കുള, അത് നേടിയ ഖ്യാതി ചെറുതൊന്നുമല്ല. പക്ഷെ നമുക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ നാട്ടിലെ യക്ഷിക്കഥകളാണ്. പ്രാദേശികമായി പലതരത്തിൽ പല വിധത്തിൽ യക്ഷിക്കഥകൾ പലയിടത്തുമുണ്ട്. അതിനെല്ലാം വ്യത്യസ്ത ഭാവങ്ങളുമുണ്ട്. എന്നാൽ കുഞ്ഞുനാൾ മുതൽ പലരും കൂടുതൽ കേട്ട കഥ കള്ളിയങ്കാട് നീലിയുടേതായിരിക്കും. ഒരു പെൺകുട്ടി, അവൾ എങ്ങനെ നീലിയാവുന്നു, അവളുടെ പരാക്രമങ്ങൾ, പിന്നീട് നീലിയമ്മയായി മാറുന്ന യക്ഷി, അങ്ങനെ കഥകൾ നിരവധിയുണ്ട്. ഇനി പറയുന്നതിൽ യാഥാർത്ഥ്യമേതെന്ന് അറിയില്ല, ഒരു തരത്തിൽ യാഥാർത്ഥ്യമുണ്ടോ എന്ന് തന്നെ അറിയില്ല. എന്നാൽ പഴങ്കഥകളിലൂടെയും വാമൊഴിയായും അല്ലാതെയും പറഞ്ഞു കേട്ട കള്ളിയങ്കാട് നീലി, ആ നീലിയുടെ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. പണ്ട്, അത് എത്ര കാലം മുമ്പാണെന്നൊന്നും അറിയില്ല, പഴയ തിരുവിതാംകൂറിന്റെ തെക്കേ അറ്റമായ നാഗർകോവിൽ, അതിനടുത്ത് പഴകന്നൂർ എന്നൊരു കൊച്ചു ഗ്രാമം ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ കാർവേണി എന്നൊരു ദേവദാസി സ്ത്രീ താമസിച്ചിരുന്നു. അന്ന് ദേവദാസി കാലമാണല്ലോ. കാർവേണിക്ക് 2 കുട്ടികളായിരുന്നു, ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും. പെൺകുട്ടിയുടെ പേര് അല്ലി, ആൺകുട്ടിയുടെ പേര് അമ്പി. അല്ലി അതീവ സുന്ദരിയായിരുന്നു. ആ പഴകന്നൂർ ഗ്രാമത്തിൽ ഒരു ശിവക്ഷേത്രമുണ്ടായിരുന്നു. ശിവക്ഷേത്രത്തിൽ പൂജിച്ചുകൊണ്ടിരുന്നത് നമ്പിമാരായിരുന്നു. അക്കാലത്ത് പൂജാരിയായിരുന്ന ഒരു നമ്പിയെ അല്ലി ആകൃഷ്ടയാവുന്നു. അതീവ സുന്ദരിയായ അല്ലിയുടെ പ്രണയാഭ്യർത്ഥന നമ്പിക്കും നിരസിക്കാനാവുന്നില്ല. അങ്ങനെ ഇരുവരും വലിയ പ്രണയത്തിലായി. വീട്ടുകാർക്കെല്ലാം എതിർപ്പായിരുന്നെങ്കിലും ഇരുവരും വിവാഹിതരാകുന്നു. കാർവേണിയുടെ വീട്ടിൽ തന്നെയാണ് നമ്പി നിന്നിരുന്നത്. എന്നാൽ നമ്പിയെക്കുറിച്ച് കാർവേണിക്ക് അത്ര നല്ല അഭിപ്രായമല്ലായിരുന്നു. ഈ നമ്പിക്ക് അല്ലിയുടെ സമ്പത്തിലും പണത്തിലുമൊക്കെയാണ് താല്പര്യമുണ്ടെന്ന് കാർവേണി മുമ്പേ തന്നെ അല്ലിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അല്ലി അതൊന്നും വകവച്ചില്ല. വിവാഹം കഴിഞ്ഞ ഒരു ദിവസം, സന്തോഷത്തോടുകൂടിയൊക്കെയാണ് ജീവിതം പോയതെങ്കിലും, ഒരു ദിവസം കാർവേണി പെരുമാറ്റ ദൂഷ്യത്തിന്റെ പേരിൽ നമ്പിയെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. നമ്പി പുറത്തു പോയതിനു പിന്നാലെ അല്ലിയും പുറകെ പോകാനൊരുങ്ങുന്നു. എന്നാൽ കാർവേണി തടയുന്നു. നമ്പിക്ക് പിന്നാലെ പോകരുത്, പണമാണ് അയാളുടെ ഉദ്ദേശമെന്ന് വീണ്ടും കാർവേണി അവൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ അല്ലിക്ക് നമ്പിയെ ഉപേക്ഷിച്ചൊരു ജീവിതമുണ്ടായിരുന്നില്ല. അവളും നമ്പിയുടെ പിന്നാലെ പോകുന്നു. അവിടെ നിന്നാണ് ട്വിസ്റ്റ് ഉണ്ടാകുന്നത്, കഥയുടെ യഥാർത്ഥ ട്വിസ്റ്റ്. അല്ലി എന്ന പെൺകുട്ടി എങ്ങനെ നീലിയായി, നീലി എന്ന യക്ഷിയായി, ആ കഥ തുടങ്ങുന്നത് ആ യാത്രയിൽ നിന്നാണ്. നാഗർകോവിലിനടുത്ത് കള്ളിയങ്കാട് എന്നൊരു സ്ഥലമുണ്ട്. ഇന്ന് കള്ളിയങ്കാടിനെ 2ആയി മുറിച്ചുകൊണ്ട് ഒരു നാഷണൽ ഹൈവേ കടന്നു പോകുന്നുണ്ട്. കള്ളിയങ്കാടിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ചെറിയ മലകളും വലിയ പാറക്കെട്ടുകളും മുൾപ്പടർപ്പുകളും കള്ളിപ്പടർപ്പുകളും എല്ലാമായി വിജനമായ പ്രദേശമാണ് ഇന്നും. അപ്പോൾ പിന്നെ പതിറ്റാണ്ടുകൾക്കോ നൂറ്റാണ്ടുകൾക്കോ മുമ്പുള്ള കാര്യം പറയേണ്ടതില്ലല്ലോ. കള്ളിയങ്കാട് മുതൽ ഇന്നത്തെ കണിയാപുരം ഇരിക്കുന്ന സ്ഥലം വരെ കൊടുങ്കാടായിരുന്നു എന്നാണ് പല രേഖകളിലുമുള്ളത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മുടെ അല്ലിയും നമ്പിയും നടന്ന് തളർന്ന് കള്ളിയങ്കാടിലെത്തുന്നു. രണ്ടുപേരും വളരെ ക്ഷീണിതരായിരുന്നു. അന്ന് അല്ലി ഗർഭിണിയുമായിരുന്നു. എന്നാൽ അല്പസമയം വിശ്രമിച്ചിട്ട് പിന്നീട് നടക്കാം എന്ന് കരുതി രണ്ടുപേരും അവിടെ ഇരിക്കുന്നു. ക്ഷീണം തോന്നിയ അല്ലി നമ്പിയുടെ മടിയിൽ തലവെച്ച് അല്പസമയം ഉറങ്ങുന്നു. ആ ഉറങ്ങുന്ന സമയത്താണ് അല്ലിയുടെ ദേഹത്ത് കണ്ട ആഭരണങ്ങൾ നമ്പി ശ്രദ്ധിക്കുന്നത്. മറ്റൊരു ആലോചന പോലുമില്ലാതെ അല്ലിയുടെ ശരീരത്തിൽ കിടന്ന ആഭരണങ്ങളെല്ലാം നമ്പി അഴിച്ചെടുക്കുന്നു. എന്നാൽ ആഭരണങ്ങൾ മോഷ്ടിച്ചത് മാത്രമല്ല, തൊട്ടടുത്ത് കിടന്നിരുന്ന ഒരു വലിയ പാറക്കല്ലെടുത്ത് അല്ലിയുടെ തലക്കടിച്ച് അവളെ കൊലപ്പെടുത്തി. ക്രൂരമായ കൊലപാതകം. അല്ലിയുടെ മരണം ഉറപ്പാക്കിയ ശേഷം ആഭരണങ്ങളുമായി നമ്പി നടന്നകലുന്നു. കള്ളിച്ചെടിയെ നീയേ സാക്ഷി, ചോരയൊലിപ്പിച്ച് മരിക്കുന്നതിന് മുമ്പ് അല്ലി ഒരു കള്ളിമുൾച്ചെടിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു അത്രേ. ആ കൊലപാതകത്തിന്, ആ വിജനതയിൽ കള്ളിച്ചെടികളല്ലാതെ മറ്റാരും സാക്ഷികളായിരുന്നതുമില്ല. ഈ കള്ളിച്ചെടിയാണേ സാക്ഷി,
നിന്നോട് ഞാൻ പകരം വീട്ടിരിക്കുമെന്ന് അല്ലി പ്രതിജ്ഞ ചെയ്തു എന്ന് പോലും വാമൊഴികളിൽ പറയുന്നു. ആഭരണവുമായി കടന്നു കളഞ്ഞെങ്കിലും നമ്പി അധിക നേരം ജീവിച്ചില്ല. വെള്ളം കുടിക്കാനായി ഒരു കിണറിന്റെ കരയിലെത്തിയ നമ്പിയെ പാമ്പ് കടിക്കുന്നു. അങ്ങനെ നമ്പി മരിക്കുന്നു. ഇനി നമ്മുടെ അല്ലിയുടെ സഹോദരൻ അമ്പി വീട് വിട്ടിറങ്ങിയ സഹോദരി അന്വേഷിച്ച് പുറകെ ചെല്ലുന്നുണ്ട്. എന്നാൽ ചോരയിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന അല്ലിയെയാണ് അമ്പി കാണുന്നത്. ഇതിന്റെ വേദന താങ്ങാനാവാതെ തൊട്ടടുത്ത് കിടന്ന കല്ലിൽ തലയിടിച്ച് അമ്പിയും മരിക്കുന്നു. അങ്ങനെ ഇവർ 3 പേരും മരിച്ചതോടെ ഒരു ജന്മത്തിലെ കഥകൾ അവസാനിക്കുന്നു. ഇനി അടുത്ത ജന്മം. ഈ 2ാം ജന്മത്തിലാണ് അല്ലി നീലിയാവുന്നത്. അല്ലിയുടെ സഹോദരൻ നീലനും. വിവാഹം കഴിഞ്ഞ് ഏറെ നാൾ കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഒരു ചോള രാജാവ്. ആ ചോള രാജാവിന് 2 കുഞ്ഞുങ്ങൾ ഒന്നിച്ചുണ്ടാവുന്നു. അത് അല്ലിയുടെയും അമ്പിയുടെയും പുനർജന്മമായിരുന്നു എന്നാണ് പറയുന്നത്. അവർക്ക് ചോളരാജാവ് നീലനെന്നും നീലി എന്നും പേരുകൾ നൽകുന്നു. ഈ കുഞ്ഞുങ്ങൾ ജനിച്ചതു മുതൽ ആ രാജ്യം വലിയ പ്രശ്നങ്ങളിലായി. നിലയ്ക്കാത്ത പേമാരി, ദുർമരണങ്ങൾ, പകർച്ചവ്യാധികൾ, അങ്ങനെ ദിവസം തോറും ദുരിതങ്ങളിൽ നിന്ന് ദുരിതങ്ങളിലേക്കായിരുന്നു രാജ്യത്തിന്റെ യാത്ര. എങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം പുറത്തു കടക്കണമെന്ന് രാജാവ് ആഗ്രഹിച്ചു. അതിനായി അദ്ദേഹം പ്രശ്നം വെപ്പിക്കുന്നു. കുഞ്ഞുങ്ങളാണ് പ്രശ്നം. നീലനെയും നീലിയെയും നാട് കടത്തുകയോ ഉപേക്ഷിക്കുകയോ കൊല്ലുകയോ ചെയ്യണം. ഇതായിരുന്നു പ്രശ്നവിധി. എന്നാൽ കാലങ്ങൾ കാത്തിരുന്ന് ആറ്റുനോറ്റുണ്ടായ 2 കുഞ്ഞുങ്ങൾ. അവരെ നാട് കടത്താനോ ഉപേക്ഷിക്കാനോ ഒന്നും രാജാവിന് ആവുമായിരുന്നില്ല. എന്നാൽ രാജധർമ്മം പാലിക്കണം, ജനങ്ങളുടെ ആവശ്യം നിറവേറ്റണം. അതിനായി നിവൃത്തിയില്ലാതെ ചോള രാജാവ് നീലനെയും നീലിയെയും നാടുകടത്തുന്നു. അവരെ പഞ്ചവങ്കാട്ടിൽ ഉപേക്ഷിക്കുന്നു. കുഞ്ഞുങ്ങളാണെങ്കിലും അല്ലിയുടെയും അമ്പിയുടെയും പുനർജന്മമായ നീലനും നീലിക്കും പൈശാചിക ശക്തിയും മാന്ത്രിക ശക്തിയും ഉണ്ടായിരുന്നു. ആ പൈശാചിക ശക്തി ഉപയോഗിച്ച് ഇവർ പഞ്ചവങ്കാട്ടിൽ നിന്ന് പുറത്തു കടക്കുന്നു. നേരെ അവർ ചെല്ലുന്നത് കള്ളിയങ്കാട്ടിലേക്കാണ്. ഇരുവരുടെയും മരണത്തിന് കാരണമായ കള്ളിയങ്കാട്ടിൽ. പിന്നീട് നീലനും നീലിയും കള്ളിയങ്കാട്ടിൽ വിഹരിച്ചു. ആ സ്ഥലം ദുർമരണങ്ങളുടെ കേന്ദ്രമായി മാറുന്നു. അവളെ പേടിച്ച് അവനെ പേടിച്ച് ആരും ആ വഴി നടക്കാറില്ല. ഒരിക്കൽ നാഗർകോവിലിനെത്തിയ ഒരു തന്ത്രി നീലനെയും നീലിയെയും തിരിച്ചറിയുന്നു. ഇരുവരെയും തളയ്ക്കാനായി അദ്ദേഹം നീങ്ങുന്നു. മാന്ത്രിക ശക്തിയാൽ നീലനെ അദ്ദേഹം തളയ്ക്കുന്നു. എന്നാൽ നീലി രക്ഷപ്പെട്ടു പോകുന്നു. ഇങ്ങനെ രക്ഷപ്പെട്ടു പോയ നീലി പിന്നീട് നീലനെ തളച്ച ഈ തന്ത്രിയുടെയും വയറു പിളർന്ന് ചോര കുടിച്ച് അദ്ദേഹത്തിന്റെ കഥ കഴിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, തങ്ങളെ തളയ്ക്കാനായി തന്ത്രിക്ക് സഹായമായ കള്ളിയങ്കാടിന് സമീപത്തുള്ള പ്രദേശവാസികൾക്കെല്ലാം അവൾ ദുരിതമാകുന്നു. അങ്ങനെയിരിക്കെ മറ്റൊരു ദേശത്ത്, കാവേരി പൂമ്പട്ടണം എന്ന ദേശത്ത്, നമ്മുടെ നമ്പി പുനർജനിക്കുന്നുണ്ട്. ആനന്ദൻ എന്ന പേരിൽ ഒരു വ്യാപാരി കുടുംബത്തിലെ മകനായി. വളർന്നു വലുതായി യുവാവായ നമ്പി കച്ചവടത്തിനായി കാവേരി പൂമ്പട്ടണത്തിൽ നിന്ന് മുസിരിസിലേക്ക് യാത്ര തിരിക്കുന്നു. കള്ളിയങ്കാട് വഴിയാണ് യാത്ര. കള്ളിയങ്കാട് വഴി നടന്നു വന്ന ആനന്ദനെ കണ്ട മാത്രയിൽ തന്നെ നീലിക്ക് മനസ്സിലാവുന്നു, ഇത് നമ്മുടെ പഴയ നമ്പി തന്നെ. നമ്പിയോട് പ്രതികാരം ചെയ്യുകയായിരുന്നല്ലോ നീലിയുടെ പ്രധാന ഉദ്ദേശം. ആനന്ദനെ കണ്ടതും സുന്ദരിയായ സ്ത്രീയുടെ രൂപമെടുത്ത് നീലി അവനെ വശീകരിക്കാനായി മുന്നിലെത്തുന്നു. നീലിയുടെ വശീകരണത്തിൽ ആനന്ദൻ വീഴുന്നു. നീലി അവനെയും കൊണ്ട് പനഞ്ചുവട്ടിലേക്ക് പോകുന്നു. പനഞ്ചുവട്ടിലെത്തിയതും നീലി തന്റെ ഉദ്ദേശം നടപ്പാക്കാനായി, പ്രതികാരം വീട്ടാനായി അവന് നേരെ കൈനീട്ടി. എന്നാൽ ആനന്ദന്റെ കയ്യിൽ ഒരു മാന്ത്രിക ദണ്ടുണ്ടായിരുന്നു. ആ ദണ്ടുണ്ടായിരുന്നതിനാൽ നീലിക്ക് അവനെ തൊടാൻ പോലുമായില്ല. നീലിയെ തിരിച്ചറിഞ്ഞ ആനന്ദൻ അവളിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്നു. രക്ഷപ്പെട്ട് ഓടിയെത്തുന്നത് നമ്മുടെ പഴയ പഴകന്നൂർ ഗ്രാമത്തിലാണ്. എന്നാൽ നീലി ആനന്ദനെ അങ്ങനെ വെറുതെ വിടാൻ ഒരുക്കമല്ലായിരുന്നു. അവളും അവനൊപ്പം ചെല്ലുന്നു. കുഞ്ഞുമൊത്തുള്ള ഒരു സുന്ദരിയായ യുവതിയുടെ വേഷം പൂണ്ട് അവൾ ആനന്ദനൊപ്പം പഴകന്നൂർ ഗ്രാമത്തിലെത്തുന്നു. അവിടെ എത്തിയതും അവൾ നാട്ടുകാരുടെ മുന്നിൽ വിതുമ്പലായി. ഇത് തന്റെ ഭർത്താവാണെന്നും തന്നെയും കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഇയാൾ പോവുകയാണെന്നും അവൾ നാട്ടുകാരോട് പരാതി പറയുന്നു. നാട്ടുകാർ ആനന്ദനെ സമാധാനിപ്പിക്കാനും ഭാര്യയോടും കുഞ്ഞിനൊപ്പം പോവാനും നിർബന്ധിക്കുന്നു. ഇത് തന്റെ ഭാര്യയല്ലെന്നും നീലി വേഷം മാറിയതാണെന്നും ആനന്ദൻ നാട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ നാട്ടുകാർ അതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല. രക്ഷപ്പെടാനുള്ള ആനന്ദന്റെ തന്ത്രമായി മാത്രമേ നാട്ടുകാർ ഇതിനെ കണ്ടുള്ളൂ. അവർ നീലിയെയും കുഞ്ഞിനെയും ആനന്ദനെയും ഒരു കുടിലിൽ താമസിപ്പിക്കുന്നു. അന്ന് രാത്രി അവിടെ നിൽക്കാൻ പറയുന്നു. ആനന്ദന്റെ ആവലാതികൾ കേട്ട നാട്ടുകാർ അവരുടെ സംരക്ഷണത്തിനായി കുറച്ച് നാട്ടുകാരെ കുടിലിന് പുറത്ത് നിർത്തുകയും ചെയ്യുന്നു. എന്നാൽ ഇവരെയെല്ലാം പറ്റിച്ച് നീലി ആനന്ദനെ കൊലപ്പെടുത്തുന്നു. അവന്റെ വയറ് പിളർന്ന് ചോര കുടിച്ച് കഴിഞ്ഞ ജന്മത്തിൽ നമ്പിയോടുണ്ടായിരുന്ന അല്ലിയുടെ പ്രതികാരം നീലി തീർക്കുന്നു. പിറ്റേന്ന് കുടിലെത്തിയപ്പോൾ നാട്ടുകാർ കാണുന്നത് ആനന്ദിന്റെ മൃതശരീരമാണ്. അപ്പോഴാണ് ആ സ്ത്രീ ശരിക്കും നീലിയായിരുന്നു എന്ന് നാട്ടുകാരും തിരിച്ചറിയുന്നത്. പിന്നീടുണ്ടായ കാര്യങ്ങൾ 2 തരത്തിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒന്ന്, ആനന്ദനെ കൊന്നതോടെ തന്റെ പ്രതികാരദാഹിയായ രക്തരക്ഷസിന്റെ രൂപം വെടിഞ്ഞ് അവൾ ഒരു പനമരച്ചുവട്ടിൽ ദേവിയമ്മയായി നീലിയമ്മനായി മാറി എന്നതാണ് ഒരു കഥ. എന്നാൽ മറ്റൊരു കഥ കൂടെയുണ്ട്. ആനന്ദനെ കൊന്നതിന് ശേഷവും സ്വൈരവിഹാരം തുടർന്ന നീലിയെ കടമറ്റത്ത് കത്തനാരാണ്
പനയന്നാർക്കാവിലെത്തി തളച്ചതെന്നും പാലക്കാട് നിന്ന് ഒരു തന്ത്രി എത്തി അവളെ പാർവതിപുരത്ത് തളച്ചുവെന്നും പലതരത്തിൽ കഥകൾ പറയപ്പെടുന്നു. കള്ളിയങ്കാടിന് സമീപം നാഗർകോവിലിലെ വേളിമലയുടെ ഓരം പറ്റി നഞ്ചിനാടിന്റെ എല്ലാ സൗന്ദര്യവുമായി കിടക്കുന്ന പാർവതിപുരത്ത് നീലിയമ്മൻ ക്ഷേത്രമുണ്ട്. തമിഴ്നാട്ടുകാർ നീലിയമ്മൻ എന്നാണ് നമ്മുടെ കള്ളിയങ്കാട്ട് നീലിയെ വിളിക്കുന്നത്. അവർക്ക് അവരുടെ ഇഷ്ടകാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന നീലിയമ്മനാണ് നമ്മുടെ നീലി. കേരളത്തിൽ പ്രചരിച്ച അത്ര ഉഗ്രരൂപം കൊണ്ട കഥകളൊന്നും തമിഴ്നാട്ടുകാർക്ക് നീലിയെക്കുറിച്ച് പരിചയമില്ല. എങ്കിലും ഉഗ്രരൂപത്തിൽ നിന്ന് വെടിഞ്ഞ് കള്ളിയങ്കാട്ട് നീലി അവിടെയാണ് കുടിയിരുന്നതെന്ന് അവർ വിശ്വസിക്കുന്നു. അങ്ങനെ നോക്കിയാൽ മുമ്പ് പറഞ്ഞ 2 കഥകൾക്കും വിശ്വാസ്യതയുണ്ടെന്ന് പറയാം. എന്നാൽ ഈ കഥകളിൽ ഏതിലാണ് കൂടുതൽ വിശ്വാസ്യത എന്ന് ചോദിച്ചാൽ കഥയിൽ ചോദ്യമില്ല എന്ന് മാത്രമേ ഉത്തരമുള്ളൂ. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ കള്ളിയങ്കാട്ട് നീലിയെ തളയ്ക്കാൻ പഠിച്ച പണി 18 നോക്കുന്ന ഭട്ടതിരിയുടെയും കടമറ്റത്ത് കത്തനാരുടെയും കഥകളുണ്ട്. കള്ളിയങ്കാട് എന്ന സ്ഥലപ്പേരിൽ അറിയപ്പെട്ട യക്ഷി CV രാമൻപിള്ളയുടെ ചരിത്രാഖ്യായികയായ മാർത്താണ്ഡവർമ്മയിലും നീലി ഒരു കഥാപാത്രമായി വരുന്നുണ്ട്. അനന്തപത്മനാഭനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് നീലിയാണെന്നായിരുന്നു ആദ്യം പ്രചരിക്കപ്പെട്ട കഥ. മാർത്താണ്ഡവർമ്മയിലെ കാർത്തിയായനി അമ്മ എന്ന കഥാപാത്രം തന്റെ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥയിലൂടെയാണ് നീലിയുടെ കഥ പറയുന്നത്. മാർത്താണ്ഡവർമ്മയിലും ഐതിഹ്യമാലയിലുമെല്ലാം മുമ്പ് പറഞ്ഞ കഥകളോട് സാദൃശ്യമുള്ള കഥകളാണ് കൂടുതലും പറയുന്നത്. എന്നാൽ തെക്കമ്പാട്ടിലും വില്ലടിച്ചാമ്പാട്ടിലും ഈ കഥകൾക്ക് വ്യത്യാസമുണ്ട്. പഴയകനല്ലൂർ എന്ന ഗ്രാമം, അത് സേലത്തിനടുത്തുള്ള ഗ്രാമമായിട്ടാണ് അതിൽ പറയുന്നത്. അവിടെ അമ്മയപ്പൻ കോവിൽ എന്നൊരു കോവിലുണ്ടായിരുന്നു. അവിടുത്തെ പൂജാരിയായിരുന്നു വേലവൻ. ആ കോവിലിലെ മുഖ്യ പൂജാരിയുടെ മകനുമായിരുന്നു വേലവൻ. ആ കഥയിലും ദേവദാസി സ്ത്രീയുണ്ട്. പക്ഷേ ആ സ്ത്രീയുടെ പേര് കാർവേണിയല്ല, പകരം ശിവകാമിയാണ്. ശിവകാമിക്കും 2 കുട്ടികളുണ്ട്, ഒരു ആണും ഒരു പെണ്ണും. പക്ഷേ അത് അല്ലിയും അമ്പിയുമല്ല, പകരം ലക്ഷ്മിയും തിരുക്കണ്ട നടുവനുമാണ്. തെക്കമ്പാട്ടിലെ കഥയിൽ ശിവകാമിയും ഈ സംഭവിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഈ ക്രൈമിന്റെ ഒരു ഭാഗമാണ്. കാരണം ശിവകാമിയാണ് വേലവനെ വശീകരിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്നത്. മകൾക്കായി വേലവനെ വശീകരിക്കാൻ വെറ്റിലയിൽ വശീകരണ മന്ത്രം ചൊല്ലി കൊടുത്തു എന്ന് ഇതിൽ പറയുന്നു. അങ്ങനെ ലക്ഷ്മിയിൽ ആകൃഷ്ടനായ വേലവൻ അവളെ വിവാഹം കഴിക്കുകയും ശിവകാമിയുടെ വീട്ടിൽ താമസമാക്കുകയും ചെയ്യുന്നു. വേലവന്റെ സ്വത്തും ധനവും മുന്നിൽ കണ്ടുകൊണ്ടാണ് ശിവകാമി ഇതെല്ലാം ചെയ്യുന്നത്. സ്വന്തമായിരുന്നതെല്ലാവും അത് കഴിഞ്ഞ് സ്വന്തം വീട്ടിൽ നിന്ന് മോഷ്ടിച്ചുമെല്ലാം ധനവും സ്വർണവും ആഭരണങ്ങളുമെല്ലാം ദേവദാസി ഗൃഹത്തിലേക്ക് വേലവൻ എത്തിക്കുന്നു. പിന്നീടൊരിക്കൽ തിരുവാഭരണം വരെ അയാൾ മോഷ്ടിച്ച് ദേവദാസി ഗൃഹത്തിലേക്ക് എത്തിക്കുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയ വേലവന്റെ അച്ഛൻ സ്വന്തം വീട്ടിൽ നിന്ന് വേലവനെ പുറത്താക്കുന്നു. പണവും സ്വത്തുമില്ലാതെ ദരിദ്രനായ വേലവനെ ഉപേക്ഷിക്കാൻ ശിവകാമി ലക്ഷ്മിയോട് പറയുന്നു. എന്നാൽ ലക്ഷ്മി അത് കേൾക്കുന്നില്ല. പിന്നീട് നടന്ന സംഭവങ്ങളെല്ലാം മുമ്പ് പറഞ്ഞ കഥകളിലെ സംഭവങ്ങൾ തന്നെ. പക്ഷെ കള്ളിയങ്കാട് എത്തി നടക്കുന്ന സംഭവങ്ങളിൽ അതിൽ തെക്കമ്പാട്ടിൽ വേലവനെ ഒരു വിക്ടിമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. സ്വന്തമായിരുന്നതെല്ലാം, സ്വത്തും പണവും സ്വന്തം വീടുമെല്ലാം നഷ്ടപ്പെട്ട് അപമാനഭാരത്താൽ നാടുവിട്ട വേലവൻ നിസ്സഹായനായി ചെയ്യുന്ന കൊലപാതകമായാണ് അതിൽ ചിത്രീകരിക്കുന്നത്. ചെന്തിയൻ എന്ന ചോളരാജാവിന്റെ മക്കളായാണ് നീലനും നീലിയും ജനിക്കുന്നതെന്നും അതിൽ പരാമർശമുണ്ട്. യക്ഷിയായതിനു ശേഷമുള്ള കഥകൾക്ക് കാര്യമായ മാറ്റമൊന്നുമില്ലെങ്കിലും പല എഴുത്തുകളിലൂടെയും പാട്ടുകളിലൂടെയും വാമൊഴികളിലൂടെയും നമുക്ക് കൈമാറി കിട്ടിയ കഥകൾക്ക് പല രൂപമാണെന്ന് ചുരുക്കം. പാർവതിപുരം എന്ന സ്ഥലത്താണ് തമിഴ് സാഹിത്യകാരനായ ജയമോഹൻ താമസിക്കുന്നത്. അതായത് കള്ളിയങ്കാട് നീലിയുടെ വിഹാര കേന്ദ്രമാണെന്ന് പറയുന്ന അതേ സ്ഥലത്ത് തന്നെ. ജയമോഹന് ഈ കള്ളിയങ്കാട് നീലിയെക്കുറിച്ച് മറ്റൊരു കഥയാണ് പറയാനുള്ളത്. ആളൂർ എന്നൊരു ഗ്രാമം, ആ ഗ്രാമത്തിലെ ഒരു വണികന്റെ മകളായിട്ടായിരുന്നു നീലിയുടെ ജനനം. കച്ചവടത്തിനായി എത്തുന്ന ഒരു പരദേശി യുവാവ്, ആ യുവാവുമായി നീലിയുടെ വിവാഹം നടക്കുന്നു. വിവാഹത്തിന് ശേഷം ഗർഭിണിയായ നീലിയെയും കൊണ്ട് അയാൾ അമ്മയെ കാണാനായി പോകുന്നു. പിന്നീട് കള്ളിയങ്കാട്ടിൽ വെച്ച് നടന്ന കഥകളും കൊലപാതകവും എല്ലാം അതേപോലെ തന്നെ. നീലി എന്ന യക്ഷിയായി മാറുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇതേ യുവാവ് കച്ചവട ആവശ്യത്തിനായി കള്ളിയങ്കാട് വഴി യാത്ര ചെയ്യുന്നു. യുവാവിനെ കണ്ട മാത്രം തന്നെ മനസ്സിലായ നീലി അയാളെ വശീകരിക്കാനായി ശ്രമം തുടങ്ങുന്നു. കയ്യിൽ ഒരു വെറ്റിലയുമായി ചുണ്ണാമ്പുണ്ടോ എന്ന് ചോദിച്ച് മുന്നിൽ നിന്നു. ചുണ്ണാമ്പുമായി കൈനീട്ടിയ യുവാവിന്റെ കൈകളിൽ നീലി കടന്നു പിടിക്കുകയും അയാളെ വലിച്ചിഴച്ച് കള്ളിയങ്കാട്ടിലേക്ക് കൊണ്ടുപോയി കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ യുവാവിനെ കൊലപ്പെടുത്തിയ ശേഷവും ആ വഴി വന്ന കാമമോഹിയായ ഒരു പുരുഷനെയും നീലി വെറുതെ വിട്ടില്ല. വർഷങ്ങൾ കഴിഞ്ഞ് നീലിയുടെ ഉപദ്രവം അപ്പോഴും തുടരുകയായിരുന്നു. അപ്പോഴാണ് ചിതറാൽ എന്ന ജൈന ക്ഷേത്രത്തിൽ നിന്ന് നാഗനന്ദി അടികൾ എന്ന ജൈന ഭിക്ഷു ആ വഴി യാത്ര ചെയ്യുന്നത്. അദ്ദേഹം ചിതറാലിൽ നിന്ന് നാഗരമ്മൻ കോവിലേക്ക് പോകുന്ന വഴിയായിരുന്നു. ജൈന ഭിക്ഷുവിന് മുന്നിൽ ഉഗ്രരവും കൊണ്ട് അയാളെ കൊല്ലാൻ ഒരുങ്ങുമ്പോൾ നാഗനന്ദി അടികൾ അവളെ അരുൾ ചെയ്തെന്നും നീലി അങ്ങനെ ഉഗ്രരൂപം വെടിഞ്ഞെന്നും ശാന്തയായെന്നും അയാൾക്കൊപ്പം മധുരയിലേക്ക് പോയെന്നും ഒരു കഥ പറയുന്നു. ചിതറാൽ ക്ഷേത്രവും അന്ന് കേരളത്തിലുണ്ടായിരുന്ന ബുദ്ധ ജൈന മതങ്ങളുടെ സ്വാധീനവും പരിശോധിച്ചാൽ തമിഴ്നാട്ടിൽ പറയപ്പെടുന്ന ജയമോഹൻ പറഞ്ഞ ഈ വാമൊഴി കഥയ്ക്കും വിശ്വാസ്യതയുടെ ബലമുണ്ട്. ജൈനമതത്തിൽ യക്ഷികൾക്ക് പ്രത്യേക പ്രാധാന്യവുമുണ്ട്.
തീർത്ഥങ്കരരോട് നേരിട്ടല്ല പ്രാർത്ഥന. യക്ഷികളുടെ മധ്യസ്ഥതയിലാണ് എല്ലാം. അവർ വഴിയാണ് കാര്യങ്ങൾ തീർത്ഥങ്കരരിലേക്ക് എത്തുന്നതാണെന്നാണ് വിശ്വാസം. അത്തരത്തിൽ നീലിക്കും ജൈനമതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ലഭിച്ചു എന്നാണ് അവരുടെ വിശ്വാസം. കഥകളെല്ലാം അങ്ങനെ പല വഴിക്ക് നീളുമ്പോഴും കേരളത്തിലെ യക്ഷികളെക്കുറിച്ചും കള്ളിയങ്കാട്ട് നീലിയെക്കുറിച്ചും പഠിച്ച പല പഠനങ്ങളിലും ഇത് പുരുഷാധിപത്യത്തിന്റെ സൃഷ്ടിയാണ് എന്നാണ് അഭിപ്രായപ്പെടുന്നത്. ഈ വ്യവസ്ഥ തന്നെയാണ് യക്ഷിയെ പിന്നീട് യക്ഷിയമ്മയും മാതൃസങ്കല്പവും ദേവിയും ഒക്കെയാക്കി മാറ്റുന്ന അഭിപ്രായവുമുണ്ട്. എന്തു തന്നെയായാലും ചരിത്രവും കഥകളും ഐതിഹ്യവുമെല്ലാം ഇഴചേർന്ന് കിടക്കുന്ന നീലിക്കഥകൾ, പഴയകേന്നൂർ നീലി എന്നും പഞ്ചവങ്കാട് നീലി എന്നും അറിയപ്പെടുന്ന കള്ളിയങ്കാട് നീലി, തിരുവിതാംകൂർ കഥകളിൽ നിന്നെല്ലാം പുറത്തുചാടി കേരളത്തിൽ മുഴുവൻ പ്രചരിച്ച് നമ്മുടെ സ്വന്തം യക്ഷിയായി ഡ്രാക്കുള പോലെ വിഖ്യാതമായ ഒരു ഹൊറർ കഥാപാത്രമായി മാറിയെന്നതിൽ സംശയമില്ല. ആ കഥാപാത്രം അത് ഇന്നും നമ്മോടൊപ്പം സഞ്ചരിക്കുന്നു.